മാലിന്യം കഴുകിടുവാൻ പുണ്യജീവനെ താതൻ കൈകളിൽ ഏൽപ്പിച്ച ത്യാഗമൂർത്തി. പുണ്യജീവനെ താതൻ കൈകളിൽ ഏൽപ്പിച്ച ത്യാഗമൂർത്തി. പാപനിവാരണനേ, എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. ആത്മാവിനച്ചാരം അവകാശമായി തന്ന മഹത്വത്തിൻ രാജരാജാ, വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാ. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാ. പാപനിവാരണനേ, എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. വാഗ്ദത്തം ശേഷിക്കുന്നേ, വീണ്ടും വന്നിടമെന്നുരച്ച. വാഗ്ദത്തം ശേഷിക്കുന്നേ, വീണ്ടും വന്നിടമെന്നുരച്ച. വരവിൽ ഞാൻ ആർപ്പോട് നൃത്തം ചെയ്യും അവീതാനന്ദ സന്തോഷത്താ. പാർത്തിടുന്നാഗമെന്നെ സ്വാഗതം ചെയ്തിടാറാ. കാത്തു പാർത്തിടുന്നാഗമെന്നെ സ്വാഗതം ചെയ്തിടാറാ. പാപനിവാരണനേ, എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. കാഹളനാദമെന്നിൽ ക്ഷണമത്ഭുതമുളവാക്കിടും. കാഹളനാദമെന്നിൽ ക്ഷണമത്ഭുതമുളവാക്കിടും. യാതൊന്നോടുപമിപ്പാൻ കഴിയാത്ത വിൺപുരം അതിലേറ്റം പ്രജ്വലമാ. മുഖം ചുംബനം ചെയ്തിടാറാ. കാന്തി മിന്നി വിളങ്ങിടും മുഖം ചുംബനം ചെയ്തിടാറാ. പാപനിവാരണനേ, എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. ചങ്കിലെ രക്തമെന്നെ
തേജസ്സിന്മേൽ തേജസ്സേറി നിത്യയുഗം തേജസ്കരിച്ചിടുമേ. അന്നു ഞാൻ എൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത അനുഭവിക്കും. അന്നു ഞാൻ എൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത അനുഭവിക്കും. പാപനിവാരണനേ, എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. പാപനിവാരണനേ, എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. വീഴ്ത്തിനീളമവനഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാൻ പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തി. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തി. പാപനിവാരണനേ, എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു. ഉറങ്ങുന്നയാൾ ഒരു പ്രവാചകനാണെന്നൊന്നും ഈ കപ്പൽ പ്രമാണിക്ക് അറിഞ്ഞുകൂടാ. യോനാ പ്രവാചകൻ ഉറങ്ങിക്കിടക്കുകയാണ്. സമൂഹത്തിലെ ചലനങ്ങൾ അറിയാതെ യോനാ പ്രവാചകൻ ഉറങ്ങിക്കിടക്കുകയാണ്. മറ്റുള്ളവരനുഭവിക്കുന്ന യാതനകൾ ഗ്രഹിക്കാതെ യോനാ പ്രവാചകൻ ഉറങ്ങിക്കിടക്കുകയാണ്. യോനാ പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടക്കുകയാണ്. കപ്പൽ പ്രമാണി വന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക, വലിയൊരു അത്യാഹിതം വന്നിരിക്കുന്നു. ഈ കപ്പൽ ആടി ഉലയുന്നു, നീ ഒന്നും അറിയുന്നില്ല. ഈ കപ്പലിലെ യാത്രക്കാരെല്ലാം പേടിച്ച് നിലവിളിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവരവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു. നീ യൗവനക്കാരാ, നീ എന്താണ് ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നു? ഇപ്പോൾ ഇതൊന്നും അറിയാതെ, ഈ വലിയ കോലാഹലം ഒന്നും അറിയാതെ, ഈ വലിയ ബഹളമൊന്നും അറിയാതെ നീ എന്താണ് ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നത്? എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഇപ്പോൾ വലിയ അത്യാപത്തിൽപ്പെട്ടിരിക്കുകയാണ്, വലിയ അത്യാപത്ത്. എഴുന്നേറ്റ് വിളിച്ചപേക്ഷിക്കുക. യോനാ പ്രവാചകൻ അന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവനാണ്. പക്ഷേ ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, നീ നിനവയിലേക്ക് പോക, അസീറിയൻ സാമ്രാജ്യത്തിലുള്ള നിനവയിലേക്ക് നീ പോക. അവിടെ നീ ആ നിനവയിൽ ചെന്ന് ആ നിനവയ്ക്ക് വരുന്ന നാശത്തെക്കുറിച്ച് അവരോട് പ്രവചിക്കുക. വരാൻ പോകുന്ന നാശം ജനത്തോട് നീ അറിയിക്കുക. നിനവയിലുള്ള ജനം 40 ദിവസം ആകുന്നതിന് മുൻപ് എല്ലാവരും ഉന്മൂലമാകും, വേരോടെ മുടിഞ്ഞു പോകും. എല്ലാവരും 40 ദിവസത്തെ അവധിയുണ്ട്. ഈ 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിനവയെ കാണുകയില്ല, ജനവും കാണുകയില്ല. ഇത് എൻ്റെ ഈ വചനം നീ ചെന്ന് ജനത്തോട് പറയുക എന്ന് പറഞ്ഞു. യോനാ പ്രവാചകൻ പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം കിട്ടിയ ദൈവദാസൻ പുറപ്പെട്ടു. പക്ഷേ പുറപ്പെട്ടു പോകുമ്പോൾ പ്രവാചകൻ ചിന്തിച്ചു, ഞാൻ നിനവയിലേക്ക് ചെന്ന് അവരോട് എന്താണ് പറയേണ്ടത്? ദൈവം പറഞ്ഞിട്ടുണ്ട്, നിനവയെ ഉന്മൂലമാകും, നിനവയെ നശിച്ചു പോകുമെന്ന്. ഞാനിത് പറയുമ്പോൾ ആ പാവപ്പെട്ട ജനം അനുഭവിക്കും, അവർ നിലവിളിക്കും, അവർ മാനസാന്തരപ്പെടും. അപ്പോൾ അവരോട് ദൈവം കരുണ കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് വ്യർത്ഥമായി തീരും, അവർ മരിക്കുകയില്ല, നശിക്കുകയില്ല. ദൈവം അവരോട് കരുണ കാണിക്കുമ്പോൾ അവർക്ക് വരാൻ പോകുന്ന നാശം വിട്ടുമാറും. ദൈവം അവരോട് കരുണ കാണിക്കും. ഞാൻ മണ്ടനായി പോകും, ഞാൻ അബദ്ധത്തിലായി പോകും, എൻ്റെ വില കെട്ടുപോകും. ഞാൻ പറഞ്ഞ വാക്കിന് വിലയില്ലാതാകുമ്പോൾ അവരെന്നെ പിന്നെ മാനിക്കുകയില്ലല്ലോ. ആ പ്രവാചകൻ മാനുഷികമായി ചിന്തിച്ചു പോയി, മാനുഷികമായി ആലോചിച്ചു പോയി. എനിക്ക് വില വേണം, പ്രവാചകനാണ്, ദൈവത്തിൻ്റെ വചനം പറയാൻ നിയുക്തനായ ദൈവദാസനാണ്. പക്ഷേ ചിന്തിക്കണം, എനിക്ക് വില വേണം, മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് സ്ഥാനം വേണം, മാനം വേണം, മനുഷ്യരെന്നെ മാനിക്കണം, എന്നെ ആദരിക്കണം. എൻ്റെ വാക്കിന് വിലയില്ലാതായി പോയാൽ പിന്നെ എനിക്ക് എന്താണ് പിന്നെ ജീവിതത്തിൻ്റെ അർത്ഥം? ഈ യോനാ പ്രവാചകൻ ചിന്തിച്ചു പോയി.
എന്നാൽ പ്രവാചകൻ ഒരു കാര്യം തീരുമാനിച്ചു. തുറമുഖത്തോടടുത്തു 2 ഭാഗത്തേക്കും പോകുന്ന കപ്പൽ കിടക്കുന്നുണ്ട്. കിഴക്കോട്ട് പോകുന്ന കപ്പലുണ്ട്, പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലുമുണ്ട്. കിഴക്കോട്ട് പോകുന്ന കപ്പലിൽ കയറിയാൽ നിനവേലേക്ക് പോകാം. പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലിൽ കയറിയാൽ അങ്ങ് അറ്റ്ലാന്റിക് തീരത്തേക്കടുത്ത് ഇംഗ്ലണ്ടിൽ, ഗ്രേറ്റ് ബ്രിട്ടനിൽ ചെന്നെത്താം. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് അവിടെ ചെന്ന് ചേരാം. അതിന് വേദവസം പറയുന്ന വാക്ക് തർശീസ് എന്നാണ്. തർശീസിലേക്ക് പോകാം. തർശീസിലേക്ക് പോവുകയാണെങ്കിൽ പ്രസംഗിക്കുകയും വേണ്ട, ആളുകളുടെ മുമ്പിൽ ചീത്തയാകണ്ട, നിന്ദിതനാകണ്ട എന്ന് പ്രവാചകൻ ചിന്തിച്ചു പോയി. നേരെ കിഴക്കോട്ട് അസീറിയയിലേക്ക്, ഇന്നത്തെ ഇറാഖിലേക്ക് പോകാമായിരുന്ന പ്രവാചകൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകാതെ നേരെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. കപ്പൽ മാറിക്കയറി. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു അത്യാഹിതമാണ്, വലിയൊരു അപകടമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടിട്ട് വഴിമാറിപ്പോയാൽ അത് അബദ്ധമാണ്, വലിയ അത്യാഹിതം സംഭവിക്കും. നമുക്കൊരു സാധന പാഠവുമാണത്. കൊയ്ത്ത് അതിന് നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നു. കൊയ്ത്ത് കറ്റകൾ കെട്ടിക്കൊണ്ട് ചെല്ലുവാൻ നമുക്കില്ലെങ്കിൽ നാം ഒന്നും കൈവശമില്ലാത്തവരായി ചെന്നാൽ നാം നിന്ദിതരായിത്തീരും, നാം അവഹേളിതരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. കൈവശമൊന്നുമില്ലാതെ പോകാൻ പാടില്ല. അനേകം കൊയ്ത്ത് കറ്റകൾ കെട്ടിക്കൊണ്ട് പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഈ ജീവിതത്തിലെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വർഗീയമായ നേട്ടങ്ങൾ നേടേണ്ടവരാണ് നാം. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നാം നേടിയെടുക്കേണ്ടതാണ്. നിത്യരാജാതിരാജാവായ കർത്താവായ യേശുക്രിസ്തു നോക്കുന്നതായ പാപക്ഷമ അനുഭവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്യേണ്ടവരാണ് നാം. പ്രവാചകൻ വേല ചെയ്യാൻ മടിച്ചു. അവൻ്റെ ബുദ്ധി കലർത്തി ദൈവം തന്ന വചനത്തെ അവൻ ധിക്കരിച്ചു. വളരെ സൂക്ഷിക്കണം. ദൈവം ഒരു വചനം തന്നാൽ അത് ധിക്കരിക്കരുത്. ദൈവം ഒരു വചനം തന്നാൽ ആ വചനപ്രകാരം മുന്നോട്ട് പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ അപകടമാണ്. പ്രവാചകൻ കൂവി കൊടുത്ത കപ്പലിൽ കയറി. പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലിൽ, നേരെ എതിർദിശയിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. ആ കപ്പലിൽ യോനാ പ്രവാചകൻ കയറിയപ്പോൾ മുതൽ കടലിലെ കോളിളക്കം, ഭയങ്കരമായ കോളിളക്കം. തിരമാലകൾ ഇങ്ങനെ ആർത്തലയ്ക്കുകയാണ്. തിരമാലകൾ ആർത്ത് പൊങ്ങി തിമിർക്കുകയാണ്. പ്രവാചകൻ ഇതൊന്നും അറിയുന്നില്ല. പ്രവാചകൻ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ലാത്തതിനെ പോലെ നേരെ കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് അവിടെ സാധനങ്ങളുടെ ഇടയിൽ കിടന്നങ്ങ് ഉറങ്ങി. സുഖമായ ഉറക്കം. ഉറക്കത്തിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടാണ് പോകുന്നത്. പ്രവാചകന് ആരെയും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ല. സ്വയം ലജ്ജിതനാണ് പ്രവാചകൻ. പക്ഷേ അതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ പ്രവാചകൻ പോയി കിടന്നങ്ങ് ഉറങ്ങി. അപ്പോഴാണ് കോളിളക്കം വർദ്ധിച്ചു. കപ്പലിൻ്റെ ചരക്കുകളെല്ലാം പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ നോക്കി. എല്ലാവരും കൂട്ടത്തോടെ നിലവിളിയാണ്. അവിടെ കപ്പലിൻ്റെ ഓരോ ഭാഗങ്ങളിലുള്ളവരും ഇങ്ങനെ കൂട്ടത്തോടെ എഴുന്നേറ്റ് മുറവിളി കൂട്ടുകയാണ്. കപ്പിത്താൻ വന്ന് നോക്കിയപ്പോഴുണ്ട് ഈ ചെറുപ്പക്കാരൻ ഇവിടെ കിടന്നുറങ്ങുന്നു. അവനെ വിളിച്ചുണർത്തി. നമുക്ക് വായിക്കാം, 5-ാം വാക്യം മുതൽ വായിക്കാം. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. നീ വിളിച്ചപേക്ഷിക്കുക. എല്ലാവരും വിളിച്ചപേക്ഷിക്കുന്നു, നീയും വിളിച്ചപേക്ഷിക്കുക. അങ്ങനെ ദൈവം പക്ഷേ നമ്മെ കടാക്ഷിച്ച് നമ്മെ അനുഗ്രഹിച്ച് ഈ മഹാവിപത്ത് നമുക്ക് ഒഴിവാക്കി തരുമായിരിക്കും. നീ ഉറങ്ങുന്നതെന്ത്? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയ കാര്യമാണ് ഈ പറയുന്നത്. ഇന്ന് അനേകർ ഉറങ്ങുകയാണ്. പുറമേ ഉറങ്ങുന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് സഭകൾ ഉറങ്ങുകയാണ്, പള്ളികൾ ഉറങ്ങുകയാണ്, സമുദായങ്ങൾ ഉറങ്ങുകയാണ്, ജനസമൂഹം ഉറങ്ങുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും അറിയുന്നില്ല. അടുത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. വളരെ അപകടകരമായ ദശാസന്ധിയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. വലിയ അത്യാഹിതത്തിൻ്റെ വക്കിലാണ് നാം നിൽക്കുന്നത്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിൻ്റെ വചനം പറയാൻ. നാളെ ഇത് ഉണ്ടാകുമോ ആർക്കറിയാം? എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം? എല്ലാം തകർന്നു പോകുന്നൊരു സ്ഥിതിയിലേക്കാണോ നീങ്ങാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സഹദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വൈക്കോൽ തീയിൽ വെന്ത് വെണ്ണീറായി തീരുന്നത് പോലെ
എല്ലാം താഴടിയാകും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വലിയൊരു അഗ്നി പ്രളയം വരാൻ പോകുന്നു. ഒരു കാലത്ത് ജലപ്രളയം വന്നു. ആ ജലപ്രളയത്തിൽ ഏതാനും പേർ മാത്രം രക്ഷപ്പെട്ടു. പെട്ടകത്തിൽ എന്ന് വെച്ചാൽ 8 പേർ രക്ഷപ്പെട്ടു. 8 പേർ രക്ഷപ്പെട്ടുള്ളൂ. എന്തുമാത്രം ജനങ്ങളുള്ള ഈ ഭൂമിയിൽ 8 പേർ മാത്രമേ അന്ന് ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. അതുപോലെ തന്നെ ന്യൂനപക്ഷം മാത്രം, വളരെ കുറച്ച് ആളുകൾ മാത്രം, പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ആത്മാവിൽ ജീവൻ പ്രാപിച്ചവരും മാനസാന്തരത്തിൻ്റെ സത്യം അനുഭവിച്ചവരും മാനസാന്തരത്തിൻ്റെ സൗഭാഗ്യം നേടിയവരും അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. എല്ലാം നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, എല്ലാവരും ഇന്ന് ഉറങ്ങിക്കിടക്കുകയാണ്, മയം കിടക്കുകയാണ്, ഒന്നും അറിയുന്നില്ല. സമൂഹത്തിന് ചലനം അറിയുന്നില്ല. കാലത്തിൻ്റെ ചുവരെഴുത്ത് കാണുന്നില്ല. എന്താണ് സംഭവിക്കുന്ന ആരും അറിയുന്നില്ല. ഒന്നും ചിന്തയില്ലാതെ ചിന്താശൂന്യരായി അനേകരിന്ന് കിടന്നുറങ്ങുകയാണ്. എന്നാൽ നമ്മുടെ കണ്ണൊന്ന് ഉയർത്തി നോക്കിയാൽ നമുക്ക് തിരുവചനത്തിൽ നിന്ന് അനേകം രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. തകരുന്നതിന് മുൻപ് ഇന്ന് നമുക്ക് വേണമെങ്കിൽ തിരിയാം. എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ തിരിയാം. ഇപ്പോൾ ഉറങ്ങിക്കിടക്കരുത്. പുറമേയുള്ള ഉറക്കമല്ല ഞാൻ പറയുന്നത്. ആന്തരാത്മാവ് ഉറങ്ങിക്കിടക്കരുത്. ആന്തരാത്മാവ് മയങ്ങിപ്പോകരുത്. ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലമാണ്. ദൈവത്തിന് സ്തോത്രം. കാലമധികം ഇല്ല, കാലം ചുരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പറയും കാലം ചുരുങ്ങിയിരിക്കുന്നുവെന്ന്. കാലം ചുരുങ്ങിയിരിക്കുന്നു. വാക്യം ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. കാലം ചുരുങ്ങിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു. സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. കാലങ്ങൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്തലൻ എഴുതി ചേർത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവിൻ്റെ പ്രാവചനികമായ ആത്മശക്തിയാൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി കാലം ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മയങ്ങിക്കിടക്കരുത്. യോനായെ പ്രമാണി വിളിച്ചുണർത്തി പറഞ്ഞു, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എഴുന്നേറ്റ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കേണ്ട സമയമാണ്. എഴുന്നേറ്റ് വിളിച്ചപേക്ഷിക്കുക. നാം മയങ്ങിക്കിടക്കരുത്, നാം തളർന്നു കിടക്കരുത്. അനേകം കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ടാണ്ടിരിക്കുന്നത് എനിക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നമ്മെ ഉരുക്കിക്കളയുന്നതായ വേദനാ വിഷയങ്ങളുണ്ട്. നമുക്ക് താങ്ങാൻ വയ്യാത്തതായ വലിയ ചുമടുകളുണ്ട്. നാം ഭാരപ്പെട്ട് ഞരങ്ങുന്നതായ പല വിഷയങ്ങളുണ്ട്. വലിയ പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതെ നാം അഴലുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമാണത്. പുറമേ ഉടക്കമൊന്നുമില്ലെങ്കിലും അവർ രണ്ടുപേരും അകത്ത് ഈർഷ്യയുള്ളവരാണ്. മക്കളും മാതാപിതാക്കളും തമ്മിൽ അകൽച്ചയാണ്. പല കുടുംബങ്ങളിലും സ്വൈര്യമില്ല. എന്നും വഴക്കും പിണക്കവും കലഹവും തന്നെ. ഒരു സമാധാനം കിട്ടുന്നില്ല. മാതാപിതാക്കൾക്ക് ഒന്ന് പ്രായമായപ്പോൾ ആ പ്രായാധിക്യത്തിൽ ഒന്ന് വിശ്രമിക്കാൻ വിചാരിച്ചാൽ വിശ്രമം കിട്ടുന്നില്ല. തോരാ കണ്ണീര് മാത്രം, തീരാ വേദന മാത്രം, മാറാ വ്യാധികൾ. പ്രിയപ്പെട്ടവരെയല്ലേ ഇന്ന് അനേക കുടുംബങ്ങളും തകർച്ചയിലാണ്. നിങ്ങളുടെ പലരുടെയും കുടുംബങ്ങൾ അങ്ങനെയല്ലേ? ഈ വലിയ അത്യാപത്തിൻ്റെ സമയത്ത് നമുക്ക് കളിച്ച് രസിക്കാൻ നേരമില്ല, നമുക്ക് ഉറങ്ങിക്കളയാൻ നേരമില്ല, അലസരായിരിക്കാൻ നമുക്ക് നേരമില്ല. കാലം ചുരുങ്ങിയിരിക്കുന്നു. നാം എന്താണ് ചെയ്യേണ്ടത്? നീ ഉറങ്ങുന്നത്, നീ എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രശ്നം നിങ്ങളെ അലട്ടിയാലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ കോളിളക്കമുള്ള കടലിൽ, ഓളങ്ങളും തിരമാലകളും ആഞ്ഞു തിമിർത്താടുന്ന ഈ കടലിൽ, ഈ ലോകമാകുന്ന കടലിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ഈ എല്ലാ കോളിളക്കങ്ങളെയും കർത്താവ് ശാന്തമാക്കി തരും. പ്രക്ഷുബ്ധമായ കടലിൻ്റെ തിരത്തല്ലുകളെ കർത്താവ് അമർ ചെയ്തു തരും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് വിശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. അനുഭവമുള്ളൊരു പക്ഷേ കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അനുഭവമുള്ളവർ, സഹോദരങ്ങളെ, അനേകർ ദൈവത്തോട് അപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്, രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾക്ക് പൂർത്തി പ്രാപിച്ചിട്ടുണ്ട്, പരിഹാര മാർഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. പലരുടെയും ഹൃദയ നൊമ്പരങ്ങൾ മാറിയിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ശാപങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. എങ്ങനെ? പ്രാർത്ഥനയിൽ കൂടെ പ്രാർത്ഥിക്കുക.
അനേകരെ കടത്തിൻ്റെ ബാധ്യതയിൽപ്പെട്ട് ഞരങ്ങുന്നുണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ട് വലയുന്നുണ്ട്. കടം കൊടുത്തു തീർക്കാൻ ഉള്ളത് മുഴുവൻ വിറ്റാലും കൊടുത്തു തീരുകയില്ല. പലിശയും പലിശയുടെ മേൽ പലിശയുമായി ബാങ്കിൽ കടം വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ നമ്മെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സഹോദരങ്ങളെ, ഈ സമയത്ത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ആ ഉത്തരവാദിത്വം കയ്യിലെടുക്കുക. ഞാൻ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ജോൺ വെസ്ലി എന്ന് പറയുന്ന ദൈവദാസൻ അമേരിക്കയിൽ പോയി അദ്ദേഹം തിരിച്ചു വന്ന് ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വെൻറ്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ഇന്ത്യൻസ് ദെയർ. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ, ഇന്ത്യക്കാരെ അവരെ മാനസാന്തരപ്പെടുത്താൻ അമേരിക്കയിൽ പോയി. ഐ വെൻറ്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ഇന്ത്യൻസ് ദെയർ, ബട്ട് ഹൂ വിൽ കൺവേർട്ട് മീ? കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഹൂ വിൽ കൺവേർട്ട്? എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? അവിടെയുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ പ്രസംഗിക്കാൻ ഞാൻ പോയി, പക്ഷേ എന്നെ ആരാണ് മാനസാന്തരപ്പെടുത്തുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഞാനിനിയും തകരേണ്ടിയിരിക്കുന്നു. അനുഗ്രഹീത സുവിശേഷകനായ ജോൺ വെസ്ലി പറയുകയാണ്, ഞാൻ ഇനിയും തകരേണ്ടിയിരിക്കുന്നു, ഞാൻ ഇനിയും അനുഭവിക്കേണ്ടിയിരിക്കുന്നു, ഞാനിതാ എന്നെ തന്നെ താഴ്ത്തുന്നു. ജോൺ വെസ്ലി ഏതാനും ദിവസങ്ങൾ പ്രാർത്ഥനയിലിരുന്നു, ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. അതിനുശേഷം കർത്താവിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് എഴുന്നേറ്റു. വലിയ ആത്മീയ ഉണർവ് ദേശത്തുണ്ടായി, വലിയ ആത്മീയ ഉണർവ്. ഏത് ദിവസം പറയുമല്ലോ? ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 7:14 പറയുമല്ലോ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങൾ ദുർമാർഗ്ഗങ്ങൾ വിട്ട് ചെയ്യുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമം വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നവരാണ്. നിങ്ങളെല്ലാവരും പുറമേയെങ്കിലും ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളവരാണ്. എന്നാൽ ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുമോ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലതും ധരിച്ചിരിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ദേശങ്ങളെല്ലാം ഇന്ന് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശാസ്ത്രത്തിൻ്റെ മേഖലകളിലേക്ക് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ബുദ്ധി മാറിപ്പോയതുകൊണ്ട് ഇന്ന് അനേകരും ഇന്ന് ദൈവം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യമായും ഈ അണ്ടകടാഹം നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. സർവ്വപ്രപഞ്ചങ്ങളെയും നിർമ്മിച്ച ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം, ആദിയും അന്തമില്ലാത്തനായ ദൈവം, ദൈവത്തിന് സ്തോത്രം. നിത്യോന്നതനായ ദൈവം, നിത്യപരിശുദ്ധനായ ദൈവം, ആ ദൈവം അവിടെ നിന്നാണ് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാമോ അവൻ്റെ പിടിവിട്ട് നാം സ്വന്തം വഴിക്ക് തിരിഞ്ഞിരിക്കുകയാണ്. സ്വന്തം വഴികളിൽ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? നമ്മെ പിശാചിന് നാം തന്നെ വിറ്റ് കളഞ്ഞിരിക്കുകയാണ്. സാത്താൻ നമ്മെ കൈയടക്കിയിരിക്കുകയാണ്. ലോകത്ത് ദൈവവും സാത്താനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ യുദ്ധക്കളം മനുഷ്യ ജീവിതമാണ്, മനുഷ്യൻ്റെ ഹൃദയമാണ്. ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവവും സാത്താനും തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവപക്ഷത്തേക്ക് നാം ചേർന്ന് നിന്നാൽ, പാപത്തെ വിട്ടുന്ന ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിന് ജയിക്കാം, സാത്താനെ തോൽപ്പിക്കാം. എന്നാൽ നാം ദൈവത്തെ തോൽപ്പിക്കാൻ സാധിക്കും എങ്ങനെ? നാം സാത്താൻ്റെ പക്ഷത്തേക്ക് ചെന്നാൽ, നാം പാപം ചെയ്തു പോയാൽ ദൈവത്തെ തോൽപ്പിക്കാം. ഈ അപകടം നമുക്ക് വരരുത്. യോന ദൈവത്തെ തോൽപ്പിക്കുകയായിരുന്നു. യോന ഉറക്കെ വിളിച്ചപേക്ഷിക്കാൻ കപ്പൽക്കാരൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊന്ന് ഉണരുമോ? നിങ്ങളൊന്ന് ഹൃദയം ഉണർത്തുമോ? കർത്താവേ, ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ. നാഥാ, എന്നെ രക്ഷിക്കണമേ. ഞാനൊരാൾ രക്ഷിക്കപ്പെടാനായി തീരാൻ എനിക്ക് മനസ്സാണ് കർത്താവേ. എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്. എനിക്കൊരു പുതിയ ജീവിതം ആവശ്യമാണ്. എനിക്കൊരു വീണ്ടും ജന്മം ആവശ്യമാണ്. എൻ്റെ കർത്താവേ, നീ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഇപ്പോൾ എന്നെ ഒന്ന് കഴുകണമേ. കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ നീ വിശുദ്ധീകരിക്കണമേ. ക്രൂശിൽ നീ ചിന്തിയ രക്തത്താൽ എൻ്റെ കർത്താവേ, എൻ്റെ സകല പാപക്കറകളും കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ വിശുദ്ധ പൈതലാക്കി തീർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാം. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ആദ്യമായി പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്. കർത്താവേ, നീ എന്നെ നിൻ്റെ രക്തത്താൽ കഴുകണമേ.
എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ തിന്മയുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ സ്വാർത്ഥതയുണ്ട്, എൻ്റെ ഹൃദയത്തിൽ നിഗളമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ചിലരോട് വൈരാഗ്യമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ചിലരോട് പകയുണ്ട്, ചിലരോട് മുഷിച്ചിലും ഇഷ്ടക്കുറവുമുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ ഒരാൾ മൂലം പലരും ഇന്ന് വേദന അനുഭവിക്കുന്നുണ്ട്. പലരെയും ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട്, പലരുടെയും ഹൃദയത്തിൽ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, എൻ്റെ പാവം ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യം ക്ഷമിക്കണമേ, എന്നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. കുഞ്ഞാട് രക്തത്താലുള്ള ശുദ്ധിയാണ് നിങ്ങൾക്ക് അനുഭവിക്കാം. ഊനമില്ലാതെ കുഞ്ഞാട് ഗോകുൽത്താൽ ഇറക്കപ്പെട്ടിരിക്കുന്നു. ആ കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വപൂർണ്ണമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ശാപങ്ങൾ മാറ്റണമേ, ബാധകൾ മാറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവേ, സാത്താൻ കെട്ടിയ കോട്ടകളെല്ലാം തകർത്ത് കളയണമേ, സാത്താൻ്റെ വേലികൾ പൊളിച്ചു കളയണമേ, എല്ലാവരെയും രക്ഷിക്കണമേ. കർത്താവേ, എൻ്റെ നാഥ, നിത്യജീവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും ഇവിടെ നിന്ന് ഒരുക്കിക്കൊള്ളണമേ. നാഥ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.